AICCയുടെ 86ാമത് സംസ്ഥാന സമ്മേളനം 60 ശേഷമാണ് ഗുജറാത്തിലേക്ക് വരുന്നത്. ഗുജറാത്തിൽ അടുത്ത 2027 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഗുജറാത്തിന് വേണ്ടി സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഈ ഒരു സമ്മേളനം ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്തായിരിക്കും കോൺഗ്രസിൽ കൊണ്ടുവരിക എന്നാണ് തോന്നുന്നത്? ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആദ്യം അവർ റീവാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിൽ ഒരുപക്ഷെ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ ഞാൻ പോയിരുന്നു. ഗുജറാത്തിൽ അന്ന് കോൺഗ്രസിന് വേണമെങ്കിൽ അധികാരം പിടിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിന് അന്നും അവിടെ സംഘടന ഉണ്ടായിരുന്നു, സംവിധാനങ്ങളുണ്ടായിരുന്നു, താഴെ തട്ട് വരെ സംവിധാനവും സംഘടനയും ഒക്കെ ഉണ്ടായിരുന്നു, പണവും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർക്ക് വളരെ ചെറിയ സീറ്റ് മാർജിനിലാണ് അത് നഷ്ടപ്പെട്ടു പോയത്. രാഹുൽ ഗാന്ധി ആയിരുന്നു അന്നും മുഖ്യ പ്രചാരകൻ. കുറച്ചും കൂടെ എഫേർട്ട് അന്ന് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് അന്ന് ഗുജറാത്ത് അധികാരം തിരിച്ചു പിടിച്ചേനെ. അന്ന് നടന്നില്ല. അതിനുശേഷം പിന്നെ നമുക്കറിയാമല്ലോ, പിന്നെ അത്ര സാധ്യത അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത്ര പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മുൻപ് കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡേഴ്സ് ആയിരുന്നു, നിയമസഭയിലൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്നു, ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനൊക്കെ ആയിരുന്നു അർജുൻ മോദ്വാദിയെ പോലുള്ള ആളുകളൊക്കെ BJPയിലേക്ക് പോയി. പിന്നെ ഇപ്പോൾ ശക്തി സിംഗ് ഗോഹിലാണ് അവിടെ PCCയുടെ പ്രസിഡൻ്റായിട്ടുള്ളത്. ശക്തി സിംഗ് ഗോഹിൽ അത്യാവശ്യം ജനപിന്തുണയുള്ള സംഘടനാ ശേഷിയുള്ള നേതാവ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ജിഗ്നേഷ് മേവാനിയെ പോലുള്ള യുവാക്കളുണ്ട്. അതുകൊണ്ടൊന്നും പോരാ തൽക്കാലം കോൺഗ്രസിന് ഗുജറാത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഈ അടുത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശവും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് BJPയുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് ഇത് ഗുജറാത്തിൽ പുതുമയുള്ള കാര്യമല്ല. ഇപ്പോൾ 2017 എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അത് തന്നെയാണ്. കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് BJPയുടെ പണിയെടുത്തുകൊണ്ട് കൂടിയാണ് 2017 കോൺഗ്രസ് അവിടെ തോറ്റു പോകുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ ആളുകൾ BJPയിലേക്ക് ചേരി മാറി. ഇനി എത്ര പേരുണ്ട് എന്നവർക്കറിയില്ല. അവരെ പുറത്താക്കുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി ഗുജറാത്താണ്. ഗുജറാത്തിൽ പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാനില്ല. പിന്നെ വരാനുള്ളത് ബീഹാറാണ്. അല്ലെങ്കിൽ അതിന് മുമ്പ്, ഗുജറാത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ബീഹാറാണ്. അപ്പോൾ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി ബീഹാറിൽ കുറെ കൂടെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം നടക്കും എന്ന് കണ്ടറിയണം. കാരണം ഇതിനേക്കാൾ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് ബാർഗൈൻ ചെയ്ത് വാങ്ങുകയും എന്നാൽ വളരെ കുറച്ച് സീറ്റിൽ ജയിക്കുകയും 19 സീറ്റിലോ മറ്റോ ജയിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇനി സഖ്യകക്ഷികൾ അത് അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. RJDയും ഒക്കെ RJD അത് അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കൺസ്ട്രെയിൻസ് കോൺഗ്രസിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ AICC സമ്മേളനം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നും ഉണ്ടാക്കില്ല. എനിക്ക് തോന്നുന്നത് ഒരു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആക്കാക്കിയുള്ള ഒരു സംഘടനാ ശക്തിപ്പെടുത്തൽ, അതിനുള്ളൊരു ശ്രമമായിട്ട് കോൺഗ്രസ് ഇത് കണക്കാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ പോസിറ്റീവായിരിക്കും. അവർക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ, അവർക്ക് സംഘടന ദുർബലപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ അതിനെ പതുക്കെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ അതിന് സമയമെടുക്കും. ആ സമയമായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും നേതാക്കളുടെ മനസ്സിലുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.